നമസ്കാരം, ഷലീലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് നമ്മുടെ നാട്ടിലെ വിഷയങ്ങളും കോവിഡ് രോഗങ്ങളെ പറ്റിയുമൊക്കെ പറയുന്നതിനിടയിൽ കേരളത്തിൽ കുറച്ച് ദിവസങ്ങളുമായി ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി ഇല്ലാത്ത കഥകൾ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം ഇന്ന് വലിച്ചു കീറി മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയും അതിന്റെ തലക്കെട്ടിനെ കുറിച്ചും അതിനുശേഷം അതിന്റെ ഉള്ളിൽ ആരും കാണാതെ ഒളിഞ്ഞിരിക്കുന്ന രീതിയിൽ 4 വാക്കിൽ അതിന്റെ സത്യങ്ങളും മറച്ചുവെച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് പഴയ ചില ഓർമ്മകളൊക്കെ പൊടിതട്ടിക്കൊണ്ട് സഖാവ് പിണറായി വിജയൻ ഇന്ന് സംസാരിക്കുകയുണ്ട്. നമുക്കിന്ന് സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി, ആ വിഷയത്തെക്കുറിച്ച് അവസാന ഭാഗം പറഞ്ഞത് നമുക്ക് കേൾക്കാം. മനോരമയ്ക്ക് ഇതിനേക്കാൾ വലിയ ട്രോളൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഇന്നത്തെ ഒരു പത്രത്തിന്റെ വാർത്തയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇനി അധികം സമയം എടുക്കുന്നില്ല, ഇപ്പൊ നമ്മൾ കുറച്ചധികം സമയമായി. സ്വപ്ന വാഗ്ദാനം 100 കോടിയുടെ പദ്ധതി, ലൈഫ് ചോദിച്ച കമ്മീഷൻ 15%. ഇതാണ് ഹെഡിങ്. അപ്പോ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കുക? ഒരു സാധാരണ പത്രവായനക്കാരന് മനസ്സിലാക്കുക എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? എന്നാൽ പിന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടെന്ന് ചോദിച്ചാൽ അതിന് ഈ മാധ്യമത്തിന് മറുപടിയുണ്ട്. ഈ പദ്ധതികളുടെ വിവരം റെഡ് ക്രസന്റോ UAE കോൺസുലേറ്റോ സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടില് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഏതെല്ലാം തരത്തിലുള്ള വഴികൾ തേടുന്നു എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ടൊരു പത്രം പ്രധാന വാർത്തയായി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുള്ള ഈ ലൈഫുമായി ബന്ധപ്പെട്ടത്. ഇത് വായിക്കുന്ന ആദ്യം ഹെഡിങ് നോക്കുന്ന ഒരാൾക്ക് ലൈഫ് ചോദിച്ച കമ്മീഷൻ 15%. ഇതാണ് മനസ്സിൽ തറിക്കുന്നത്. അതാണ് ഉദ്ദേശം. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമധർമ്മമേ നിർവഹിക്കാവൂ. മാധ്യമധർമ്മത്തിൽ നിന്ന് മാറിപ്പോകരുത്. അപവാദം പ്രചരിപ്പിക്കല് മാധ്യമധർമ്മത്തിൻ്റെതല്ല, അതിൽപ്പെട്ടതല്ല. ശരിയായ മാധ്യമധർമ്മം നിർവഹിക്കണം. കമ്മ്യൂണിസ്റ്റുകാരോട് പണ്ട് വിരോധം ഉണ്ടായിട്ടുണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ ഞാൻ തൂങ്ങിച്ചാവെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞില്ലേ? എത്രയോ കാലം കമ്മ്യൂണിസ്റ്റുകാർ വന്നു, കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ഗവൺമെന്റുകൾ വന്നു. ഇവിടെ ആരും തൂങ്ങിച്ചാകേണ്ടി വന്നിട്ടില്ലാലോ. ഇതൊക്കെ നമ്മളെല്ലാരും ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് കണ്ടതല്ലേ എത്രയോ നാളുകളായിട്ട്. ഈ വഴി ശരിയായ വഴിയല്ല. ബാക്കി നമുക്ക് പിന്നീടാകാം. അതാ നല്ലത്.